ശബരിമല സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം ഹൈദരാബാദിലേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി നാഗേഷിന്റെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചത് 1 മാസത്തിലേറെ. സ്വർണ്ണപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതും നാഗേഷ്. പ്രത്യേക അന്വേഷണ സംഘവും ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരനും സന്നിധാനത്ത് തുടരും. കൊല്ലത്ത് രക്ഷാദൌത്യത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം. സംഭവം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ. മരിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി, കിണറ്റിൽ ചാടിയ അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ. അപകടം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞ്. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വയസ്സുകാരി അടക്കം 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് വാട്ടർഫാൾ എസ്റ്റേറ്റിലെ ഹേമശ്രീയും മുത്തശ്ശി അസ്ലയും. ആക്രമണം വീട് തകർത്ത് അകത്തു കയറി. ഗസ സമാധാന ഉടമ്പടിയിൽ ഇസ്രായേലും ഹമാസും ഇന്ന് ഒപ്പിടും. ഗസ സമാധാന ഉച്ചകോടി ഇന്ന് ഈജിപ്തിൽ. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 20ഓളം നേതാക്കൾ പങ്കെടുക്കും. 20 ബന്ധികളെ ഹമാസ് 10:30 മോചിപ്പിക്കും. ഗസയിൽ യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ്. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പങ്കെടുക്കും. മാനേജ്മെന്റ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി ചർച്ച അടുത്ത ഘട്ടത്തിൽ. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗവും ഇന്ന്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. 3 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.